നമസ്കാരം. കെട്ടിസിയുടെ 20ാമത്തെ എപ്പിസോഡ്. നമ്മള് വിഡ്രോ ചെയ്ത പണത്തിന്റെ, പിൻവലിച്ച പണത്തിന്റെ ഉത്തരവാദിത്വത്തെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ ഒരു പേയ്മെന്റ് അനധികൃതമാണ് എന്ന കാരണത്താല് അക്കൗണ്ട് ജനറല്, ഇപ്പൊ നമ്മളൊരു പേയ്മെന്റ് കൊടുത്തു, ട്രഷറി ഓഫീസർ കൊടുത്തു. അപ്പോൾ അത് അനധികൃതമാണെന്ന് അക്കൗണ്ട് ജനറൽ കണ്ടെത്തി അദ്ദേഹം അതിന് അനുമതി നിഷേധിച്ചു കഴിഞ്ഞാൽ, ആ കൊടുത്ത പണത്തിന് ഉള്ള അനുമതി അദ്ദേഹം നിഷേധിച്ചു കഴിഞ്ഞാൽ, ആയത് ട്രഷറി ഓഫീസർ തിരിച്ചു പിടിക്കേണ്ടതാണ്. ട്രഷറി ഓഫീസർ റിക്കവറി നടത്തേണ്ടതാണ്. ഇനി അങ്ങനെ തിരിച്ചടയ്ക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു ജീവനക്കാരൻ മറ്റൊരു ജില്ലയിലേക്ക് സ്ഥലം മാറിപ്പോയാൽ റിക്കവറി ഉത്തരവ് ആ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോയ ജില്ലയിലെ ട്രഷറി ഓഫീസർക്ക് അയച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ തിരിച്ചടയ്ക്കാൻ ഉത്തരവാദപ്പെട്ട ഏത് ഉദ്യോഗസ്ഥനായാലും ശരി, അയാൾ ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ ആയിട്ടോ മറ്റോ പോയി കഴിഞ്ഞാൽ, ആ ആ ഉദ്യോഗസ്ഥൻ ശമ്പളം വാങ്ങുന്ന ജില്ലയിലെ ആ ട്രഷറി ഓഫീസർക്ക് ഈ ഉത്തരവ് റിക്കവറി നോട്ടീസ് അയച്ചു കൊടുക്കണം. അപ്പോൾ ആ ട്രഷറി ഓഫീസർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആ പണം തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്തം ആ ട്രഷറി ഓഫീസർ ഏറ്റെടുക്കും. നമ്മള് ചില ആൾക്കാരുടെ രീതി എന്താണെന്ന് വെച്ചാൽ, ഒരു റിക്കവറി ഉണ്ടെങ്കിൽ ബില്ല് ഒരുമിച്ച് എഴുതില്ല, ബില്ല് കൊടുക്കൂല. ചിലര് തുക അടയ്ക്കാൻ തയ്യാറാവാതെ ഇരിക്കും. അങ്ങനെ ഇരുന്നാൽ ബില്ല് കൊടുക്കാൻ പർപ്പസ്ഫുള്ളി ബില്ല് കൊടുക്കാതിരിക്കുക, റിക്കവറി ഉണ്ടെന്നറിഞ്ഞാല് ബില്ല് കൊടുക്കാതിരിക്കുക, പിന്നെ തുക അടയ്ക്കാൻ തയ്യാറാകാതിരിക്കുക. ഇത്തരം സാഹചര്യം വന്നാൽ ട്രഷറി ഓഫീസർ അക്കൗണ്ടന്റ് ജനറലിന് ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകണം. ഇന്നയാള് ബില്ല് സമർപ്പിക്കുന്നില്ല, റിക്കവറി നടത്താൻ സമ്മതിക്കുന്നില്ല, തുക അടയ്ക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിനനുയോജ്യമായ ഒരു ഉത്തരവ് AGയോട് ഈ ട്രഷറി ഓഫീസർക്ക് ആവശ്യപ്പെടാം ഇക്കാര്യത്തിൽ. അപ്പോൾ AG അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഏത് രീതിയിൽ പിന്നെ പണം തിരിച്ചു പിടിക്കണം എന്ന കാര്യത്തിൽ ഉത്തരവായിട്ട് AG ഇടും. ഓക്കെ. ഇനി ഓരോ ട്രഷറിയും റിക്കവറി സംബന്ധിച്ച ഒരു രജിസ്റ്റർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ട്രഷറി ഓഫീസർ, ഓരോ ട്രഷറിയിലും. അപ്പോൾ അതില് നമ്മൾ ഒരു ട്രഷറിയുടെ കീഴിൽ ഒരുപാട് DDOമാരുണ്ടാവും. DDOമാരെന്ന് പറഞ്ഞാല് ശമ്പളം വാങ്ങി വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര്, അതായത് ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാര്. അപ്പോൾ ഓരോ DDOയ്ക്കും പ്രത്യേകം പേജുകൾ മാറ്റി വെക്കണം അതിനുശേഷം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ട്രഷറിക്കും റിക്കവറി സംബന്ധിക്കുന്ന ഒരു രജിസ്റ്റർ ഓരോ ട്രഷറിയും മെയിൻറ്റെയിൻ ചെയ്യണം. ആ രജിസ്റ്ററിൽ ഓരോ പിന്നെ DDOമാർക്കും ഓരോ പേജ് അനുവദിക്കണം. അത് പേജ് അനുവദിക്കാന്ന് പറഞ്ഞാൽ പേജ് അദ്ദേഹം മാറ്റി വെക്കണം. ആ പേജിൽ എന്തെങ്കിലും റിക്കവറി ഉണ്ടെങ്കിൽ ആ DDOയുടെ പേജിൽ അവിടെ എഴുതാവുന്നതാണ്. ഇനി കണ്ടിൻജന്റ് ബില്ലുകൾ, നമുക്കറിയാം. കണ്ടിൻജന്റ് ബില്ല് മിക്കവാറും കണ്ടിൻജന്റ് ബില്ലുകളൊക്കെ തന്നെ അലോട്ട്മെന്റ് മുഖാന്തരം കിട്ടുന്നതായിരിക്കും. ഒരു വർഷത്തിൽ ഇപ്പൊ ഒരു TA ബില്ല് നമ്മൾ പറയാം, TA ബില്ല് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടിൻജന്റ് ബില്ലുകൾ, ആ ബില്ലുകള് അലോട്ട്മെന്റിലായിരിക്കും നമുക്ക് കിട്ടുക. ചിലത് അലോട്ട്മെന്റിൽ കിട്ടുക എന്ന് പറഞ്ഞാല് ഇന്ന ആവശ്യത്തിന് ഇത്ര രൂപ അലോട്ട്മെന്റ് വരികയാണ്, 10,000 രൂപ. അപ്പൊ ആ 10,000 രൂപയ്ക്കുള്ള ബില്ലുകൾ നമുക്ക് സമർപ്പിച്ച് അത് ക്യാഷാക്കി മാറ്റാം. അത്തരം ബില്ലുകളുടെ ഒപ്പം സബ് വൗച്ചറുകൾ വെക്കും. അതിന്റെ ചെലവ് തെളിയിക്കുന്ന വൗച്ചറുകൾ വെക്കും. ആ വൗച്ചറുകള് ഇത് വേറൊരു രീതിയിൽ, അതിന് പറയുന്ന വാക്കിതാണ്, കപട ഉദ്ദേശത്തോടു കൂടി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ക്യാൻസൽഡ് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ബില്ല് ക്യാൻസൽ. അപ്പൊ ഒരിക്കൽ ക്യാൻസൽഡ് എന്ന് രേഖപ്പെടുത്തിയ വൗച്ചറുകള് വേറൊരു വഴിയിൽ അവിടുന്ന് എടുത്തിട്ട് പിന്നെയും വേറൊരു ബില്ലിൽ സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഇത്തരത്തിൽ നമ്മളിപ്പോ ഒരു മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ബില്ലുകൾ ഹാജരാക്കി. ഒരു ഉദാഹരണം ഞാൻ പറയാണ്. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉണ്ട്. അത് ഹാജരാക്കി കഴിഞ്ഞാൽ ആ ബില്ലുകൾ അതിലെ മെഡിക്കൽ ബില്ലുകളിൽ
ക്യാൻസൽഡ് എന്ന് ക്രോസ് ആയിട്ട് മുഴുവനായി വലുതായിട്ട് എഴുതിയിട്ടാണ് സമർപ്പിക്കുക. അപ്പൊ സമർപ്പിക്കുന്ന ബില്ല് ക്യാൻസൽഡ് ആക്കുക എന്ന് പറഞ്ഞാല് മറ്റൊരു സമയത്ത് വേറൊരു ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ക്യാൻസൽഡ് എന്ന് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇത്തരത്തില് കണ്ടിൻജന്റ് ബില്ലുകളിലൊക്കെ സമർപ്പിക്കുന്ന സബ് വൗച്ചറുകൾ ക്യാൻസൽഡ് എന്ന് രേഖപ്പെടുത്തിയിട്ട് വേണം കണ്ടിൻജന്റ് ബില്ലിനോടൊപ്പം വെക്കാൻ വേണ്ടി. ഇനി മറ്റൊന്ന്, നമുക്ക് അടുത്ത ടേം അപ്രോപ്രിയേഷൻ കൺട്രോൾ ആണ്. അപ്പോ അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് എന്തോ ഒരു കൺട്രോൾ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോ അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് നിയമസഭ നമ്മൾ ബഡ്ജറ്റില് ഓരോ ആവശ്യങ്ങൾക്കും പിന്നെ ബഡ്ജറ്റിൽ നിശ്ചിതമായ തുകകൾ നീക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നിയമസഭ സർക്കാർ ഏജൻസികളിന്മേൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള ഫണ്ടിന്മേൽ നടത്തുന്ന ചെലവുകളുടെ നിയന്ത്രണമാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ. അപ്പൊ ചെലവിന്റെ നിയന്ത്രണത്തിനാണ് ശരിക്കും അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുതൽ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ എന്ത് പറയാം, അതായത് ബഡ്ജറ്റില് ഒരു പ്രവൃത്തിക്ക് ചെലവ് നീക്കി വെച്ചിട്ടുണ്ട്, ആ തുകയേക്കാൾ അധികമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രദ്ധിക്കണം, അധികമാവാൻ പാടില്ല എന്നതാണ് ഈ അപ്രോപ്രിയേഷൻ കൺട്രോൾ. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ബഡ്ജറ്റില് ഒരു പ്രവൃത്തിക്ക് നീക്കി വെച്ചിരിക്കുന്ന തുക എന്ന അർത്ഥം മതി. ആ അപ്രോപ്രിയേഷൻ, അതായത് ബഡ്ജറ്റില് ഒരു പ്രവൃത്തി, ഒരു വർക്ക്, ഒരു PWD വർക്കോ എന്തെങ്കിലും, ആ വർക്കിന് ഒരു തുക നീക്കി വെച്ചിട്ടുണ്ടാവും, അതിന് നമുക്ക് അപ്രോപ്രിയേഷൻ എന്ന് പറയാം. ആ അപ്രോപ്രിയേഷന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ തുക, ഇപ്പോ ഒരു പ്രവൃത്തിക്ക് 5 കോടി രൂപ നീക്കി വെച്ചു, അപ്പൊ 5 കോടിക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നതാണ് എന്ത് അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അത് നിയന്ത്രണമാണ്. ചെലവുകളിൽ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുള്ള തുകയേക്കാൾ അധികമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന വാക്ക് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അപ്രോപ്രിയേഷൻ കൺട്രോൾ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ബഡ്ജറ്റിൽ ഒരു പ്രവൃത്തിക്ക് നീക്കി വെച്ചിട്ടുള്ള തുകയേക്കാൾ തുകയുടെ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ തുകയേക്കാൾ ഒരിക്കലും പ്രവൃത്തിയുടെ തുക ആ വർക്ക് ചെയ്യുമ്പോൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. അടുത്തത്, നമുക്ക് ഈ അക്കൗണ്ടന്റ് ജനറല് ഒബ്ജക്ഷൻ സ്റ്റേറ്റ്മെന്റ് ട്രഷറി ഓഫീസർക്ക് കൊടുക്കാറുണ്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഏതെങ്കിലും തുകകൾ അനുവദിക്കാൻ കഴിയില്ല, തടസ്സപ്പെടുത്തുന്ന ഒരു സന്ദർഭം വന്നാൽ, അല്ലെ അക്കൗണ്ടന്റ് ജനറല് ഏതെങ്കിലും കൊടുത്ത തുകയ്ക്ക് ഒരു അനുമതി നിഷേധിച്ചാൽ, അപ്പോൾ അത്തരത്തില് അദ്ദേഹം ഒരു ഒബ്ജക്ഷൻ സ്റ്റേറ്റ്മെന്റ് ട്രഷറി ഓഫീസർക്ക് നൽകും. ഒബ്ജക്ഷൻ സ്റ്റേറ്റ്മെന്റ് അത് നൽകുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. അതിന് മറുപടി അത് കിട്ടിക്കഴിഞ്ഞാല് ഈ ട്രഷറി ഓഫീസർ അതിന് മറുപടി കൊടുക്കണം. അത് ഫോർട്ട്നൈറ്റ്ലി ആണ് പറയുന്നത്. ഫോർട്ട്നൈറ്റ്ലി എന്ന് പറഞ്ഞാല് 14 ദിവസം, ആ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫോർട്ട്നൈറ്റ് 14 ദിവസത്തിനുള്ളിലാണ് അക്കൗണ്ടന്റ് ജനറലിന് ആയതിന്റെ മറുപടി നൽകേണ്ടതുണ്ട്. ഇപ്പൊ അക്കൗണ്ടന്റ് ജനറലിൽ സമർപ്പിക്കുന്ന ഒബ്ജക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ മറുപടി 14 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം. ഓക്കെ അല്ലേ? ഇനി റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ അവസാന മാസ സാലറി കൊടുക്കുമ്പോൾ DDOമാര് സാധാരണഗതിയിൽ ഡ്യൂസ് ഒക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിപ്പോ പിന്നെ അതായത് പിന്നെ DCRG, അതായത് ഗ്രാറ്റുവിറ്റി ഒന്നും ഇല്ലാത്തവരെ മാത്രം ഇത്ര വല്ലാതെ ശ്രദ്ധിച്ചാൽ മതി. എങ്കിലും റൂൾ അങ്ങനെ പറയുന്നു. ഇപ്പൊ അവസാനം നമ്മൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഡ്യൂസ്, ഓവർ പേയ്മെന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുവദിക്കാൻ പാടില്ലാത്ത അനുവദിക്കുക, അങ്ങനെ എന്തെങ്കിലും ലയബിലിറ്റി നമ്മളെ പേരിൽ ഉണ്ടെങ്കിൽ ഇപ്പോ ഗ്രാറ്റുവിറ്റിയിൽ നിന്നാണ് പിടിക്കുന്നത്. അപ്പൊ അത് ഗ്രാറ്റുവിറ്റി ഉള്ളവർക്കാണ് അത് ബാധകം. ഗ്രാറ്റുവിറ്റി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല. അപ്പോ ലാസ്റ്റ് മാസത്തെ സാലറി, അവരുടെ സർവീസത്തെ ലാസ്റ്റ് മാസത്തെ സാലറി കൊടുക്കുമ്പോൾ DDOമാര്, അതായത് ഈ ശമ്പളം വാങ്ങിക്കൊടുക്കുന്ന വിതരണ ഉദ്യോഗസ്ഥൻ ഈ ഡ്യൂസ് ഒക്കെ, അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂസ് ഒക്കെ ഉണ്ടോ, അടയ്ക്കേണ്ട പണം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.
അതിനുശേഷം മാത്രമേ പണം ക്യാഷ് ഡിസ്ബേഴ്സ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി ഏതൊരു ബില്ലിലും, ഞാനിപ്പോ സബ് വൗച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞു, സബ് വൗച്ചേഴ്സ് ഏതൊരു ബില്ലിനോടൊപ്പവും സമർപ്പിക്കുന്ന സബ് വൗച്ചേഴ്സ് 3 വർഷം വരെ സൂക്ഷിക്കണം. ഇപ്പൊ ബില്ലിനോടൊപ്പം സമർപ്പിക്കുന്ന സബ് വൗച്ചറുകൾ 3 വർഷത്തും വരെ സൂക്ഷിക്കേണ്ടതാണ്. അതിന് കാരണം എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് ഈ PWD ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇടയ്ക്ക് അവർ ടെസ്റ്റ് ഓഡിറ്റ് നടത്തും. അങ്ങനെ ആ ടെസ്റ്റ് ഓഡിറ്റ് നടത്തുന്ന സമയത്ത് AG ആവശ്യപ്പെടുമ്പോൾ, ഇപ്പൊ ടെസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത് AG ആണ്, AGയുടെ ടീമാണ്. അത് AG ആവശ്യപ്പെടുമ്പോൾ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ 3 ഇയറിനുള്ളിലുള്ള സബ് വൗച്ചേഴ്സ് ഒക്കെ അങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഇപ്പൊ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ഒന്നാമത്തെ ഞാൻ എഴുതിയ ഇതുമായിട്ട് കണ്ടന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഇടയ്ക്ക് ചോദ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പഠിച്ച ഈ കണ്ടന്റ് സബ്ജക്റ്റ് അത് കുറച്ചുകൂടി ഒന്ന് കോൺക്രീറ്റ് ആവും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്ക് തന്നെ ചോദ്യങ്ങൾ അവസാനത്തിന് മുന്നേ കുറച്ച് ചോദ്യങ്ങളൂടി ചോദിക്കുന്നത്. ചോദ്യം ഒന്ന് പറയുന്നത്, റിസർവ് ബാങ്കുമായിട്ടുള്ള സർക്കാരിന്റെ ക്രെഡിറ്റ് ബാലൻസ് കഴിയുന്നത്ര വലുതാക്കി നിർത്തുന്നതിന് സർക്കാർ എന്ത് ചെയ്യുന്ന? ഇപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഓരോ ജില്ലയ്ക്കും നോർമലായിട്ട് ഒരു ക്യാഷ് ബാലൻസ് ആര് നിശ്ചയിക്കും? ആരാണത് നിശ്ചയിക്കുന്നത്? ഗവൺമെന്റ് ആണ് നിശ്ചയിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഓരോ ജില്ലയ്ക്കും പരമാവധി നോർമൽ ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ് ഈ രീതിയിൽ ക്രെഡിറ്റ് ബാലൻസ് പരമാവധി നിലനിർത്തുന്നത് എന്ന കാര്യം നമ്മൾ അറിയുക. അടുത്ത ചോദ്യം, ബാങ്കിങ് അല്ലാത്ത സബ് ട്രഷറി, അതായത് സബ് ട്രഷറിയിൽ തന്നെ നോൺ ബാങ്കിങ് സബ് ട്രഷറി ഓർ ട്രഷറി, അതിന്റെ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് ഫോറം 89 ട്രഷറി ഡയറക്ടർക്ക് എപ്പോഴാണ് സമർപ്പിക്കേണ്ടത്? ഇപ്പൊ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് സമർപ്പിക്കല് അത് ഫോറം 89. അപ്പോ അത് ബാങ്കിങ് ഇതര സബ് ട്രഷറി, ജില്ലാ ട്രഷറി എന്ന് പറഞ്ഞാൽ ട്രഷറിയുടെ പണമിടപാട് ട്രഷറി തന്നെ നടത്തുന്ന സ്ഥലങ്ങളിൽ ആഴ്ചയുടെ അവസാനത്തെ പ്രവൃത്തി ദിവസം, ഒരു വീക്കെൻഡിലെ ലാസ്റ്റ് പ്രവൃത്തി ദിവസം അത് ട്രഷറി ഡയറക്ടർക്ക് ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് സമർപ്പിക്കണം. അടുത്ത ചോദ്യം, കറൻസി ചെസ്റ്റ് ആരുടെ സ്വത്താണ്? ആരുടെ പ്രോപ്പർട്ടിയാണ് കറൻസി ചെസ്റ്റ്? നമ്മളത് നിരവധി തവണ കേട്ടിട്ടുള്ളതാണ്. കറൻസി ചെസ്റ്റ് എന്ന് പറയുന്നത് RBIയുടെ പ്രോപ്പർട്ടിയാണ്. RBIയുടെ പ്രോപ്പർട്ടി ആണ്. ഇനി അടുത്ത ചോദ്യം, കറൻസി ചെസ്റ്റ് ബാലൻസിൽ താഴെ പറയുന്നവ ഉൾപ്പെടുന്നു? അത് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അതിൽ ആൻസർ മാത്രം ഞാൻ ഇവിടെ പറയുന്നു. പ്രചാരത്തിലില്ലാത്ത ആയി കണക്കാക്കപ്പെടുന്ന കറൻസി നോട്ടുകൾ, അങ്ങനെ ഒന്ന് കറൻസി ചെസ്റ്റ് ബാലൻസിൽ ഉണ്ടാവും. റണ്ണിങ് അല്ലാത്ത കറൻസി നോട്ടുകൾ, ആ റണ്ണിങ് അല്ലാത്ത കറൻസി നോട്ടുകൾ, അതായത് പ്രചാരത്തിൽ ഇല്ലാത്തതായി കണക്കാക്കപ്പെടുന്ന കറൻസി നോട്ടുകൾ ഈ എവിടെ കാണപ്പെടുന്നു? കറൻസി ചെസ്റ്റ് ബാലൻസിൽ കാണപ്പെടുന്നു. ഇനി ഒരു ബാങ്ക് മൂലം ഇടപാട് നടത്താത്ത ട്രഷറികളിൽ എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ്, ട്രഷറിയുടെ ഇടപാട് ബാങ്ക് അല്ല ട്രഷറി തന്നെ നടത്തുന്നതിന് കറൻസി ചെസ്റ്റിലും ട്രഷറി ബാലൻസുകളിലും എല്ലാ മൂല്യമുള്ള നോട്ടുകളും ആവശ്യത്തിന് സൂക്ഷിക്കാൻ ആരാണ് ഉത്തരവാദി? ഇപ്പൊ നമ്മൾ ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ, അത് ഞാൻ ഒരു ഉദാഹരണം പറയാണ്, ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ ഈ കറൻസി ട്രഷറി ബാലൻസിലൊക്കെ എത്ര ഉണ്ട് അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബാങ്കിനൂടെ ഉണ്ട്. എന്നാൽ നോൺ ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ ട്രഷറി തന്നെ എല്ലാം നടത്തേണ്ടത്. അപ്പോൾ കറൻസി ചെസ്റ്റിലും ട്രഷറി ബാലൻസിലും എല്ലാം ആവശ്യത്തിന് നോട്ടുകൾ, മൂല്യമുള്ള നോട്ടുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത്
കൃത്യമായി ഡിസ്ബേഴ്സ്മെന്റ് ഒക്കെ നടക്കേണ്ടത് ആ ഉത്തരവാദിത്വം ആർക്കാണ്? ട്രഷറി ഓഫീസർക്ക് മാത്രമാണ്. ഇനി അടുത്ത ചോദ്യം, ട്രഷറി കറൻസി ചെസ്റ്റിൽ നിക്ഷേപം നടത്തിയാൽ ഉടൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ട്രഷറി ഓഫീസർക്ക് കറൻസി ചെസ്റ്റിൽ നിന്നും തിരിച്ച് ട്രഷറി ബാലൻസിലേക്കും ട്രഷറി ബാലൻസിൽ നിന്ന് കറൻസി ചെസ്റ്റിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിക്ഷേപം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിൽ കറൻസി ചെസ്റ്റിൽ നിക്ഷേപം ഒരു സബ് ട്രഷറി ഓഫീസർ കറൻസി ചെസ്റ്റിൽ നിക്ഷേപം നടത്തിയാൽ ഉടൻ ഫോം നമ്പർ 38 TR 38 ആ ഡിപ്പോസിറ്റിനെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണം. അത് ട്രഷറി ഓഫീസർക്കാണ് നൽകേണ്ടത്. ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു സബ് ട്രഷറിയിലെ കറൻസി ചെസ്റ്റില് സബ് ട്രഷറി ഓഫീസർ ഒരു നിക്ഷേപം നടത്തി. അതായത് സബ് ട്രഷറി ഓഫീസർക്ക് കറൻസി ചെസ്റ്റിലേക്കും തിരിച്ച് ട്രഷറി ബാലൻസിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നിക്ഷേപങ്ങൾ നടത്താവുന്നതാണ്. അങ്ങനെ ഒരു സബ് ട്രഷറി ഓഫീസർ കറൻസി ചെസ്റ്റിൽ നിക്ഷേപം നടത്തിയാൽ ഉടൻ TR 38 ആ ഡിപ്പോസിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ആർക്കാണ് നൽകേണ്ടത് എന്നാണ് ചോദ്യം. അത് ട്രഷറി ഓഫീസർക്കാണ് നൽകേണ്ടത്. എന്നാൽ ട്രഷറി ഓഫീസറായി ഇത് ചെയ്തതെങ്കിൽ, നമ്മളറിയാം ഈ സബ് ട്രഷറി ഓഫീസർ കഴിഞ്ഞാൽ ട്രഷറി ഓഫീസർ എന്ന് പറയുന്നത് ആരാ? ജില്ലാ ട്രഷറി ഓഫീസറെയാണ് ഈ ട്രഷറി ഓഫീസർ എന്ന് പറയുന്നത്. അങ്ങനെ ട്രഷറി ഓഫീസർക്ക് ഇത് ഏത് സമയവും കറൻസി ചെസ്റ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. ഒരു ട്രഷറി ബാലൻസിൽ അധിക ഫണ്ട് ഉണ്ടെങ്കിൽ ആയത് ട്രഷറി ഓഫീസർക്ക് കറൻസി ചെസ്റ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. തിരിച്ച് കറൻസി ചെസ്റ്റിൽ നിന്ന് ട്രഷറി ബാലൻസിലേക്കും ചെയ്യാം. അങ്ങനെ ചെയ്താൽ അത് 24 മണിക്കൂറിനുള്ളിൽ കറൻസി ഓഫീസറെ, മദ്രാസിലുള്ള ചെന്നൈയിലുള്ള കറൻസി ഓഫീസറെ അറിയിച്ചിരിക്കണം. അപ്പൊ ഈ രണ്ട് പേർക്കും, നമ്മൾ സബ് ട്രഷറി ഓഫീസർക്കും ജില്ലാ ട്രഷറി ഓഫീസർക്കും കറൻസി ചെസ്റ്റിൽ നിന്ന് ട്രഷറി ബാലൻസിലേക്കും ട്രഷറി ബാലൻസിൽ നിന്ന് കറൻസി ചെസ്റ്റിലേക്കും പണം ട്രാൻസ്ഫർ ചെയ്യാം, പണം ഡിപ്പോസിറ്റ് ചെയ്യാം. കറൻസി ബാലൻസിൽ അധികം പണം ഉണ്ടെങ്കിൽ അത് കറൻസി ചെസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ ഇങ്ങനെ സബ് ട്രഷറി ഓഫീസർ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ട്രഷറി ഓഫീസർക്ക് ഫോറം TR 38 ഈ ഡിപ്പോസിറ്റിനെ സംബന്ധിച്ച റിപ്പോർട്ട് നൽകണം. എന്നാൽ ജില്ലാ ട്രഷറി ഓഫീസറാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതേ ഫോറത്തിൽ തന്നെ അദ്ദേഹം കറൻസി ഓഫീസറെ ഈ വിവരം അറിയിക്കണം. ക്ലിയർ അല്ലേ? സബ് ട്രഷറി ഓഫീസർ ആണെങ്കിൽ ട്രഷറി ഓഫീസറെ അറിയിക്കുക. ട്രഷറി ഓഫീസറായി ഇത് ചെയ്യുന്നതെങ്കിൽ ഫോറം TR 38 കറൻസി ഓഫീസറെ, ചെന്നൈയിലുള്ള കറൻസി ഓഫീസറെ ഇത് അറിയിക്കുക.